പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് നിങ്ങളോട് വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒരു തെറ്റ്, ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ക്ഷമാപണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ ഫേസ്ബുക്കിൽ എന്നെ പറ്റി എല്ലാവർക്കും അറിയാം, എന്നെ എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ കണ്ടവരോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ 1-2 വർഷങ്ങൾക്ക് മുമ്പിട്ട വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു പോയി. എന്തായാലും മനുഷ്യനായതുകൊണ്ട് തെറ്റ് സംഭവിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ ഉസ്താദിന്റെ വീഡിയോയുടെ അല്പം ഭാഗം മാത്രമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അതിനു മുമ്പ് ആദ്യമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആ ഉസ്താദിനെ എനിക്ക് ഇതുവരെ നേരിട്ടോ അല്ലാതെയോ ഒരു പരിചയമില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആ ഉസ്താദിന്റെ ഒരു വീഡിയോ പല ഫേസ്ബുക്ക് പേജുകളും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പരിഹസിച്ചുകൊണ്ടും അല്ലാതെയൊക്കെ വീഡിയോ ചെയ്ത് അതിന്റെയൊക്കെ അടിയിൽ വന്ന കമന്റുകൾ ഒരു അത്രത്തോളം എന്താ പറയാ, വളരെ മോശമായ രീതിയിലൊക്കെയാണ് ആ ഉസ്താദിനെ തെറി വിളിച്ചത്. അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോ, ആ വീഡിയോ ഇത്രത്തോളം ആളുകളിലേക്ക് എത്തും എന്നത് പോലും അദ്ദേഹം എന്താക്കിയിട്ടില്ല, ധരിച്ചിട്ടില്ല. 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോ ആ ഒരു വീഡിയോ എടുത്തിട്ട് പല ആളുകളും എന്താകുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഒരു മനുഷ്യനാണ്, അദ്ദേഹം പറയുന്ന മനുഷ്യനാണ്, മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിച്ചു പോയി. അത് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോ കാരണം ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും എല്ലാ ആളുകളോടും അത് പൊരുത്തപ്പെടണം, ക്ഷമ ചോദിച്ച് അദ്ദേഹം വീഡിയോ ചെയ്തു. വീണ്ടും വീണ്ടും ആ വീഡിയോ ചെയ്ത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല. ആരെങ്കിലുമൊക്കെ തന്നെയും അത്തരത്തിലുള്ള വീഡിയോകൾ ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയും ദയവ് ചെയ്ത് ഒന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്നൊന്ന് ഡിലീറ്റ് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി നിങ്ങളൊന്ന് കേട്ടുനോക്ക്. എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവരും ഇപ്പൊ എന്നെ തെറ്റിദ്ധാരണ എന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാല് ഞാൻ ഒല്ലാഹി സത്യം ഈ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത് ഒല്ലാഹി സത്യം ഞാൻ പിടിച്ച പോലെ എനിക്ക് പൈസ കിട്ടാനോ റീച്ചിന് വേണ്ടിയോ ആൾക്കാരുടെ മുമ്പിൽ വില കിട്ടാൻ വേണ്ടി അങ്ങനൊന്നുമല്ല. ഞാൻ കാരണം എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദീന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഞാൻ പറഞ്ഞ ദീനിൽ ഏതെങ്കിലും ഒരാൾ ഒരു മനുഷ്യനെങ്കിലും ചെയ്തു പോയാലുണ്ടല്ലോ, ചിലപ്പോൾ ആ കാരണമായിരിക്കും ഞാൻ രക്ഷപ്പെടുന്നത്. ഞാൻ കളവ് പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാണ്, അതിന്റെ കൂട്ടുകാരനെ പറയിപ്പിച്ചിട്ട ഒരു വീഡിയോ ആണ്. എന്തായാലും ഞാൻ അതിനെ പറ്റി വിശദീകരിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നല്ല വീഡിയോ എന്നും ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നാട്ടിലൊക്കെ എന്നെ പറ്റി എല്ലാവരും തെറ്റിദ്ധാരണ നിരീക്ഷിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുന്ന അത്ര ഇതാണ്. എല്ലാവരും എന്നെ പറ്റി കുറ്റപ്പെടുത്തി ചവിട്ടിയിട്ടു. എന്തായാലും എനിക്ക് വളരെ സങ്കടമുണ്ട്. ആ പ്രചരിപ്പിച്ചവരോടും എന്തായാലും ഈ വീഡിയോ ഇപ്പൊ വൈറലാക്കിയത് എന്തിനായിട്ട് എനിക്കറിയില്ല. അത്ര വർഷം മുമ്പിട്ട വീഡിയോ ഇപ്പൊ ഇങ്ങനെ വൈറലാവാൻ എനിക്ക് പോലും അറിയുന്നില്ല. 2 ദിവസം മുമ്പാണ് എനിക്ക് ഇങ്ങനെ കോളുകൾ വന്ന്, നീ അങ്ങനെ ചെയ്ത് ഇസ്ലാമിനെ നാറ്റപ്പെടുത്തി, അങ്ങനെ ഏതെങ്കിലും ഉസ്താദന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ പറ്റി വിഷമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയാണ്, ഞാൻ എല്ലാ കാര്യം ദീന് പറയുന്ന നല്ലതിലേക്ക് വേണ്ടിയാണ്, അല്ലാത്തൊന്നും അല്ല. കാരണം ഞാൻ പഠിച്ചത് നിങ്ങൾക്കും അറിയട്ടെ. അതുപോലെ നമ്മൾ ആരെയും ഒരാളെയും നമുക്ക് വെറുപ്പില്ല, ആരെയും ഒരാളെ ദേഷ്യമില്ല. നമ്മളെല്ലാവരും സ്നേഹത്തോടാണ്, എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എന്റെ കൂടെ വേണം. ഞാൻ